ചെറിച്ചായൻ്റെ സ്വന്തം ലക്ഷ്മി. ചെറിച്ചായ, ഇന്ന് എൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ വരുമോ പ്ലീസ്? നിനക്ക് എന്താ ലക്ഷ്മി, നിനക്ക് പോയി എടുത്തൂടെ? നീയല്ലേ ഡ്രസ്സ് ഇടുന്നത്, അപ്പോൾ നിൻ്റെ ഇഷ്ടത്തിനല്ലേ ഡ്രസ്സ് വാങ്ങേണ്ടത്. പിന്നെ എന്തിനാ ഞാൻ വരുന്നത്? എന്നെ ഇങ്ങനെ ശല്യം ചെയ്യാതെ. അതല്ല ഇച്ചായ, അവിടെ ഡ്രസ്സ് എടുക്കാൻ പോയാലേ അവിടെ ചില ഭർത്താക്കന്മാരല്ലേ അവരുടെ ഭാര്യമാർക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതും അവരിട്ട് കാണുമ്പോൾ നന്നായിട്ടുണ്ട് അതെടുത്തോളൂ എന്നൊക്കെ നോക്കി കാണുമ്പോൾ എനിക്കും കൊതിയാവും. ചെറിച്ചാനും കൂടി ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എനിക്കും ഉണ്ടാവുമല്ലോ. ചെറിച്ചായ പ്ലീസ് ഒന്ന് കൂടെ വരുമോ? എന്നിട്ട് ട്രയൽ റൂമിൻ്റെ അവിടെ കാത്തുനിന്ന് ഞാനിട്ട് വരുന്ന ഡ്രസ്സ് ഭംഗിയുണ്ടെങ്കിൽ അത് നിനക്ക് ചേർച്ചയുണ്ടെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാനൊക്കെ ഒന്ന് വാ ചെറിച്ചായ കൂടെ. നിനക്ക് എന്താ ലക്ഷ്മി, നീ പോയി വാങ്ങിക്കേ. നിനക്ക് വേണ്ട പൈസ എല്ലാം തന്നേക്കാം. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം. പ്ലീസ് എന്നെ ശല്യം ചെയ്യാതെ നീ പോയിട്ട് വാ. ഒരു കാര്യം ചെയ്യാം, നാളെ ജോലിക്ക് പോകുമ്പോൾ നിന്നെ ഞാൻ തുണിക്കടയുടെ അവിടെ ഇറക്കിത്തരാം. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജെറിയുടെ വാക്കുകൾ കേട്ട ലക്ഷ്മി അവനെ തന്നെ നോക്കി നിന്നു. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകിയിറങ്ങിയത് തിരിഞ്ഞു നടന്ന ജെറി കണ്ടതേയില്ല. ലക്ഷ്മിക്ക് ഇത്തരം നിസ്സാരമായ ആഗ്രഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് കാണാൻ സമയമോ കണ്ണോ ജെറിക്കുണ്ടായില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ ജെറി ജോലിക്ക് പോകുമ്പോൾ ലക്ഷ്മി തുണിക്കടയ്ക്ക് മുന്നിൽ ഇറക്കിയിട്ടാണ് ജോലിക്ക് പോയത്. അവിടെ ചെന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്ത് ട്രയൽ റൂമിൽ കണ്ണാടിയിലൂടെ തിരിഞ്ഞു മറിഞ്ഞു നോക്കി അഭിപ്രായം സ്വയം ആരാഞ്ഞു. ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ 2-3 ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാർക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതും ആ ഭാര്യയ്ക്ക് അത് വച്ചു നോക്കുന്നതും അവരെ കൂട്ടി ട്രയൽ റൂമിൽ പോയി ഡ്രസ്സിട്ട് കണ്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് നോക്കി അവൾ അങ്ങനെ നിന്നുപോയി. എൻ്റെ ചെറിച്ചായനും കൂടെ ഇതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ എന്നോർത്തുകൊണ്ട്, എന്ന് കൊതിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നു. എന്നും അവർക്ക് ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് അവരെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞ് മറ്റൊരു ഡ്രസ്സ് കൂടി സെലക്ട് ചെയ്യാൻ പോയി. ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ ജെറിക്കായി ഒരു നീല കളറിൽ വെള്ള വരയുള്ള അവളുടെ ഡ്രസ്സിന് മാച്ചായ ഷർട്ട് എടുക്കാനും അവൾ മറന്നില്ല. നിറയെ കവറുകളുമായി താഴെ ഇറങ്ങിയ ലക്ഷ്മി ജെറിയെ വിളിച്ചു. ഇച്ചായ, എല്ലാം വാങ്ങിക്കഴിഞ്ഞു. ഇച്ചായനിപ്പോൾ വരുമോ? നമുക്കൊരുമിച്ചൊരു കോഫി കുടിക്കാൻ പോവായിരുന്നു. ഇച്ചായ വരുമോ? നിനക്ക് തന്ന പൈസയിൽ ബാക്കിയില്ലേ ലക്ഷ്മി? ഇല്ലെങ്കിൽ പറ, ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാം. നീ കോഫി കുടിച്ചിട്ട് വീട്ടിലേക്ക് പോയിക്കോളൂ. അത് കോഫി കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല ചെറിച്ചായ, ഒന്ന് ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് സമയം ചെലവഴിക്കാനും ഒരുമിച്ച് കോഫി കുടിക്കാനും ഒന്ന് ചേർന്നിരിക്കാനും ഒക്കെയാണ്. അല്ലാതെ കോഫി കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല. അല്ലാതെ വലിയ വലിയ മോഹങ്ങളൊന്നും ഈ ലക്ഷ്മിക്ക് ഇല്ല കേട്ടോ. എന്നാൽ ശരി, ഇച്ചായന് സമയമുള്ളപ്പോൾ വന്നാൽ മതി കേട്ടോ. ഇങ്ങനെ പറയുന്നതിനിടയ്ക്ക് അവൾ റോഡ് മുറിഞ്ഞടക്കുമ്പോൾ പെട്ടെന്ന് വന്ന ലോറി അവൾ കണ്ടില്ല. ആ വാഹനം അവളെ ഇടിച്ചു തെറിപ്പിച്ചു. എങ്കിലും ആ ലോറി വണ്ടി നിർത്തി അവളുടെ അരികിലേക്ക് ആ ഡ്രൈവർ വന്നു. അവളുടെ ആ നിലവിളി ജെറി ഫോണിലൂടെ കേട്ടിരുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് വാഹനങ്ങൾ അവിടെ നിറഞ്ഞു. അതിൽ നിന്നൊരു കാറുകാരൻ അവളെ എടുത്തു കയറ്റി ഇന്ന് ആശുപത്രി ലക്ഷ്യമായി പാഞ്ഞുപോയി. ലക്ഷ്മിയുമായി ആശുപത്രിയിലേക്ക് പോയ ആളുകൾ അവരിലൊരാളെടുത്ത് അവളുടെ ഫോണിൽ നിന്ന് അവസാനമായി വിളിച്ച നമ്പർ എടുത്ത് ജെറിയെ വിളിച്ചു. ഹലോ, ഇത് സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ആരാണ് ഈ നമ്പറിലുള്ളത്? എൻ്റെ ഭാര്യയാണ്, ലക്ഷ്മി എന്നാണ് പേര്. നിങ്ങൾ എവിടെയാണ്? അവൾക്ക് എന്താ പറ്റിയേ? ഉടനെ അയാൾ പറയുന്നത് കേട്ടതും ജെറിക്ക് ഭയം തോന്നി, വല്ലാത്ത ഭയം. അവനുടനെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് കാറ് പറപ്പിച്ചു വിട്ടു. അവിടെ എത്തിയതും ICUവിൻ്റെ അടുത്തേക്ക് അവനോടി. അവനെ കണ്ടപ്പോൾ ലക്ഷ്മിയെ ആശുപത്രിയിലെത്തിച്ച ആളുകൾ അവളുടെ കയ്യിലെ കവറുകൾ അവന് നൽകി. അവളുടെ ഫോണും നൽകി. ഫോണിൽ അവൻ്റെ വാട്സപ്പ് നമ്പറിൽ അവൾ ഒത്തിരി ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നു, സെൻഡ് ചെയ്യാതെ. അതിൽ അവൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു:
ഇച്ചായ, എന്നെങ്കിലും ഒരിക്കലെങ്കിലും എൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ വന്നേക്കണേ. എനിക്ക് വേണ്ടി ഡ്രസ്സ് ചെയ്ത് തന്നേക്കണേ. ഡ്രസ്സ് സെലക്ട് ചെയ്ത് തന്നേക്കണേ. ഞാൻ ഇട്ട് നോക്കുമ്പോൾ ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് അത് എടുത്തോ എന്ന് പറഞ്ഞേക്കണേ. എന്നിട്ട് ഒരുമിച്ച് ഒന്ന് കോഫി കുടിക്കാൻ കൂടെ വന്നേക്കണേ. ഇത്രയൊക്കെ ഉള്ളൂ ഇച്ചായ എൻ്റെ ഈ ലക്ഷ്മിയുടെ ആഗ്രഹങ്ങൾ. ഇത് വായിച്ചതും ICUയിൽ നിന്ന് ഡോക്ടർ വന്ന്, ലക്ഷ്മിയുടെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കയറി കണ്ടോളൂ, ഒന്നും പറയാറായിട്ടില്ല എന്ന് പറഞ്ഞു. ഉടനെ ചെറിയ ICUയിലേക്ക് കയറി. അവളുടെ കൈകൾ പൊതിഞ്ഞു പിടിച്ചു. എന്നിട്ട് ഉറക്കി കരഞ്ഞു. ലക്ഷ്മി, ലക്ഷ്മി, നീ തിരികെ വാ എൻ്റെ ലക്ഷ്മി. ഞാൻ ചെയ്ത തെറ്റ്, നിന്നെ ഒഴിവാക്കിയത്, നിന്റെ കൂടെ വരാത്തത് എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ലക്ഷ്മി. നീ എന്നെ കേൾക്കുന്നുണ്ടോ? വീട്ടുകാരെ ഉപേക്ഷിച്ച് നീ എൻ്റെ കൂടെ പോരുമ്പോൾ സ്വർഗം കിട്ടിയതുപോലെയായിരുന്നു നമ്മുടെ ജീവിതം. സ്വർഗം തന്നെ ആയിരുന്നു. പിന്നെ എപ്പോഴാ എനിക്ക് നിന്നോടൊപ്പം ചെലവഴിക്കാൻ സമയമില്ലാതായത്? ഞാൻ മാറുന്നത് എനിക്കറിയില്ല. 2 മതമായിട്ടും നാം ഒന്നായിട്ടും ഒന്നിൻ്റെ പേരിലും വഴക്കിടാൻ ഒന്നും നമുക്കിടയിൽ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നിന്റെ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ പലപ്പോഴും അതിനുവേണ്ട പ്രാധാന്യം ഞാൻ നൽകിയില്ല. ഇനി അങ്ങനെ ഉണ്ടാവില്ല ലക്ഷ്മി. നീ വേഗം വാ ലക്ഷ്മി. എൻ്റെ ലക്ഷ്മി ഇല്ലാതെ ജെറിച്ചായന് കഴിയില്ലടാ. നമുക്കൊരുമിച്ച് ഡ്രസ്സ് എടുക്കാൻ പോകണ്ടേ? ഡ്രസ്സ് വാങ്ങാൻ പോയി എനിക്ക് ഇട്ട് നോക്കി ഭംഗി നോക്കി ഡ്രസ്സ് സെലക്ട് ചെയ്യണ്ടേ? കോഫി ഷോപ്പിൽ ഒരുമിച്ചിരുന്ന് കോഫി കുടിക്കണ്ടേ? നീ വാ ലക്ഷ്മി. ദേ, ഞാൻ നിന്നെ ഈ ICUവിന് പുറത്ത് കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. എന്നെ തനിച്ചാക്കി പോവല്ലേ ലക്ഷ്മി. നിന്റെ ചെറുച്ചായി നിന്നെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞ് അവൻ ICUവിന് പുറത്തിറങ്ങി. അവൾക്കായി, അവൾ ഉണരാനായി അവൻ കാത്തിരുന്നു പ്രതീക്ഷയോടെ. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം, ലക്ഷ്മി, ഞാനിന്ന് നേരത്തെ വരും കേട്ടോ. നാളെ ശ്യാമിൻ്റെ വിവാഹമല്ലേ, നമുക്കൊരുമിച്ച് ഡ്രസ്സ് വാങ്ങിക്കാൻ പോണ്ടേ? പിന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം പാർക്കിലെല്ലാം പോയി ഒത്തിരി സംസാരിച്ച് ഒക്കെ വൈകിട്ട് മടങ്ങാം. ഞാൻ വരുമ്പോഴേക്കും നീ റെഡി ആയി നിൽക്കണം കേട്ടോ. ഓക്കെ ചെറിച്ചായ, ഞാൻ റെഡി ആയിട്ട് കാത്തിരിക്കാം കേട്ടോ. ദേ നോക്ക്, നിങ്ങൾ സംസാരിക്കുമ്പോൾ ദേ വയറ്റിലുള്ള അവളുടെ പപ്പയെ അന്വേഷിച്ച് ചാടി മറിയുന്നുണ്ട്. അത് കേട്ടതും ഒരു പുഞ്ചിരിയോടെ ചെറിയ ഓടി വന്ന് അവളുടെ വീർത്ത വയറിൽ പതിയെ മുത്തി. പപ്പയുടെ മുത്തേ, പപ്പ നേരത്തെ വരാട്ടോ. മുത്തിന് ഒത്തിരി ഇഷ്ടമുള്ള ചിക്കൻ ബിരിയാണി വാങ്ങി തരാട്ടോ. പപ്പയുടെ തന്നെയാ മോള്. ചിക്കൻ ബിരിയാണി കഴിച്ച പിന്നെ ഒരു സ്വൈര്യം ഉണ്ടാവില്ല. വയറ്റിനുള്ളിൽ ചാടി മറിഞ്ഞ് സന്തോഷം അറിയിക്കും. എൻ്റെ മുത്ത് പപ്പയുടെ തന്നെ മുത്ത അല്ലയുടെ ചക്കരെ. ജെറി അവളുടെ വയറിൽ പതിയെ മുത്തി. ശേഷം അവളുടെ കവിളിൽ 2 കൈകൊണ്ട് ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മുത്തി. അവൻ പതിയെ അവളുടെ 2 കവിളിലും മുത്തി. എന്നിട്ട് അവൻ ജോലിക്ക് പോകാൻ കാറെടുക്കുന്നതിന് മുമ്പ് അവളെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഒരു ഫ്ലൈ കിസും കൂടി പറത്തിവിട്ട് അവൻ കാറെടുത്ത് പോയി. ഇന്ന് അവരുടെ വീട് ഒരു കൊച്ചു സ്വർഗം തന്നെയാണ്. ആ സ്വർഗത്തിലേക്ക് പുതിയ അതിഥി കൂടി വരികയാണ്. അവർ ജീവിക്കട്ടെ സന്തോഷത്തോടെ, അല്ലേ? നമ്മുടെ എല്ലാം ഭാര്യമാർക്ക് കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ വേണ്ടൂ. അതവർക്ക് നൽകിയാൽ അതിലും വലിയ വിലപിടിപ്പുള്ള മറ്റൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. കുറച്ചു നേരം അവരുടെ കൂടെ സമയം ചെലവഴിച്ചാൽ മതി, ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി. അത്രേ ഓരോ ഭാര്യമാർക്കും ആഗ്രഹങ്ങളുള്ളൂ. എൻ്റെ കഥകൾ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി.